പറയുന്നവരാകൊണ്ട് ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് ഇരുവരോടും നിഷ്കർഷമായി കൽപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവവചനപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടവർ അല്ല എന്നും അവരുടെ വിവാഹം ദൈവസന്നിധിയിൽ ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായി ചിത്ര എന്ന ഈ യുവതിയെ താങ്കളുടെ ഭാര്യയായി കൈക്കൊള്ളുമോ? താങ്കൾ ഇവിടെ സ്നേഹിച്ച് മാനിച്ച് ആശ്വസിപ്പിച്ച് ദീനത്തിലും സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മറ്റെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നുവോ? വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായി ചിത്ര എന്ന നീ റെനീഷ് എന്ന ഈ പുരുഷനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുമോ? നീ ഇദ്ദേഹത്തെ അനുസരിച്ച് ശുശ്രൂഷിച്ച് സ്നേഹിച്ച് മാനിച്ച് ദീനത്തിലും സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മറ്റെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് നിങ്ങൾ ഇരുവരും ജീവിച്ചിരുന്ന കാലത്തോളം ഇദ്ദേഹത്തോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നുവോ? പുരുഷന് യുവതി വിവാഹത്തിന് കൊടുക്കുന്ന ആരാണ്? ചിത്ര എന്ന നിന്നെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മത്തിന്മകളിലും നിന്നെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് സംരക്ഷിച്ച് നിന്നോട് വിശ്വസ്ത പുലർത്തിക്കൊള്ളാമെന്ന് വിശുദ്ധനായ ദൈവത്തിന്റെയും കൂടി വന്നിരിക്കുന്ന ഈ സാക്ഷികളുടെ മുമ്പാകെ ഞാൻ വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. ചിത്ര എന്ന ഞാൻ റനീഷ് എന്ന താങ്കളെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ പ്രിയ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. ഇപ്പോൾ മുതൽ മരണം നമ്മൾ വേർപിരിക്കുന്നത് വരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മ തിന്മകളിലും താങ്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് വിശ്വസ്ത പാലിച്ചു കൊള്ളാമെന്ന് വിശുദ്ധനായ ദൈവത്തിന്റെയും കൂടി വന്നിരിക്കുന്ന ഈ സാക്ഷികളുടെ മുമ്പാകെ ഞാൻ വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. വിവാഹത്തിന്റെ ചിഹ്നമായ ഈ താലി കൊണ്ട് ഞാൻ നിന്നെ എന്റെ ഭാര്യയായി കൈക്കൊള്ളുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു. എന്റെ ലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു.
ഈ പുരുഷനും ഈ സ്ത്രീയും ദൈവത്തിന്റെയും ഈ സാക്ഷിയുടെ മുമ്പാകെ പരിശുദ്ധ വിവാഹ ബന്ധത്തിൽ കൂടി പ്രവേശിക്കുകയാണ്. സുവിശേഷത്തിന്റെ സ്ഥാനാപതി എന്ന നിലയിലും കേരള സർക്കാർ സഭയ്ക്ക് നിക്ഷേപിച്ചിരിക്കുന്ന അധികാരത്താലും ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമായിരിക്കുന്നുവെന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ആകയാൽ ദൈവം കൂട്ടിച്ചേർത്തവരെ മനുഷ്യർ വേർപിരിക്കാൻ പാടില്ല. ആകയാൽ ദൈവം കൂട്ടിച്ചേർത്തവരെ മനുഷ്യർ വേർപിരിക്കുവാൻ പാടില്ല. ആമേൻ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അബ്രഹാം ഈസാക്കിലും, ഈസാക്ക് യാക്കോബിലും, യാക്കോബ് യോസെഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾ അവരെ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് നീതിയുള്ള മക്കളെ നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് തരുന്ന മക്കളെ അനുസരണത്തിലും ദൈവഭയത്തിലും വളർത്തുവാൻ സഹായിക്കട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങളും കൊണ്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശബദത്തോറും നിങ്ങൾ പള്ളിയിൽ പോവുകയും ദശാംശത്താലും വഴിപാടുകളാലും ആ ദൈവത്തെ പരിപോഷിപ്പിക്കുകയും വേണം. തിരുവചന ധ്യാനത്തിലൂടെ കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയോടായിരിക്കണം. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരുമായിരിക്കണം. നയിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവരായ അടികൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം നാഥ. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും പുതുതായ ഒരു കുടുംബം കർത്താവ് മിസ്റ്റർ ആൻഡ് മിസസ് രനീഷ് ഈ പ്രിയമുള്ളവര് അവര് സ്ഥാപിക്കുവാനായിട്ട് ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം നാഥ. കർത്താവ് ഈ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവ് ദൈവസന്നിധിയിൽ ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ മാതാപിതാക്കൾ, വിശ്വാസികൾ, പ്രിയമുള്ള ചർച്ചക്കാർ, ബന്ധുക്കൾ, ഈ ദേശനിവാസികളുടെ മുൻപിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ അവരുടെ സുഖ ദുഃഖങ്ങളിൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് അവരെടുത്തതായ ആ പ്രതിജ്ഞ അവരുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ദൈവം സാനായിലെ കയ്യാള ആ വിരുന്നിൽ ദൈവം കുറവുകളെ അകറ്റിയതുപോലെ ഇന്ന് ഈ വിശുദ്ധ സമാധാനം തമ്മിൽ ദൈവമേ കർത്താവെ ഉപദേശം ദൈവദാസനിലൂടെ ശ്രമിച്ചതുപോലെ അന്യോന്യം കർത്താവെ ക്ഷമിപ്പാനും സഹിപ്പാനും അവരുടെ കുഞ്ഞുങ്ങളെ പ്രകാരം ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കുവാനായി അവർക്ക് ജന്മം നൽകി, അവർക്ക് വേണ്ടി ശിക്ഷണം നൽകി കർത്താവെ അവരുടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് നയിച്ചതായ മാതാ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല കർത്താവെ. മിസ്റ്റർ ആൻഡ് മിസസ് ലോറൻസ്, അതുപോലെ തന്നെ കർത്താവ് മിസ്റ്റർ ആൻഡ് മിസസ് ദത്തൻ ഈ പ്രിയമുള്ളവരുടെയായ സ്വപ്നങ്ങൾ ദൈവമാണെന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. ഇരു കുടുംബങ്ങൾ കർത്താവ് അവസരങ്ങൾ ഒരുപാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് രനീഷ് ദൈവമേ ഒരു മാതൃകപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ദൈവം സഹായിക്കും പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങേ മുൻനിർത്തിക്കൊണ്ട് കർത്താവേ ഈ പ്രിയമുള്ളവരെ അങ്ങോട്ടൊന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവേ ആ കുടുംബം ഒരു അഭിവൃദ്ധിയിലേക്ക് നീങ്ങുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല മക്കളെ അവർക്ക് ദൈവം നൽകണം പ്രാർത്ഥിക്കുന്നു. അവരുടെ സേവനത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യം അങ്ങ് പ്രദാനം ചെയ്യും പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം വഹിക്കാനായിട്ട് അടികൾ ഓരോരുത്തർക്കും ദൈവം അവസരം നൽകിയതിനായി പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും കർത്താവെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതെ അങ്ങയുടെ സ്വർഗീയ വലയത്തിൽ കർത്താവെ പ്രിയ കുടുംബത്തെ ഞങ്ങളൊന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദം ഈ കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നു. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. It's
വിവാഹ സാക്ഷ്യപത്ര ഈ സമയത്ത് സഭയുടെ രീതി അനുസരിച്ച് മിസ്സസ് ചിത്ര റനീഷിനെ ഏൽപ്പിക്കുകയാണ്. സന്തോഷകരമായ ഒരു വിവാഹ ചടങ്ങ് നടന്നിരിക്കുകയാണ്. വധുവിന്റെയും വരന്റെയും കുടുംബങ്ങളിലുള്ളവരും സ്നേഹിതന്മാര് അതുപോലെ ബന്ധപ്പെട്ട് ഉള്ള എല്ലാവരും ഈ പാസ്റ്റർമാരുടെ സമക്ഷത്തിലും സ്വർഗം സന്തോഷിക്കുന്ന ഈ അവസരത്തിലും ആയിരിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കും. ഇപ്പോൾ ഒരു വിശേഷ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നാം കണ്ടു, ഇവരുടെ വിവാഹം നടന്നിരിക്കുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും കൂട്ടായി ചേർന്ന് വിവാഹ ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അത് ഏതാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതിന് തൊട്ടു മുമ്പ് അതിന്റെ തുടക്കം എന്ന നിലയിൽ റനീഷിന്റെയും ചിത്രയുടെയും രണ്ടുപേരുടെയും മാതാക്കൾ ഇവിടെ കടന്നു വരികയും അവർ ഒരു മെഴുകുതിരി കത്തിച്ച് റനീഷിന്റെ മാതാവ് ചിത്രയുടെ കയ്യിലും ചിത്രയുടെ മാതാവ് റനീഷിന്റെ കയ്യിലും കൊടുക്കും. ഈ രണ്ട് ദീപങ്ങളിൽ നിന്ന് കത്തിച്ചു ശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ഈ ദീപം തെളിയിക്കുന്നതാണ്. ചർച്ച മാസ്റ്റർ ആയതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അതിനോട് കൂടുതൽ താല്പര്യമുള്ളത്. ഇപ്പോൾ ഇരുവരും ചേർന്ന് ഒരുമിച്ച് ഈ ദീപം തെളിയിക്കുന്നതായിരിക്കും. നമുക്ക് അവർ എങ്ങനെയാണ് അത് തെളിയിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അവരുടെ വിവാഹ ജീവിതം തുടങ്ങുന്ന സമയമേ ഓക്കെ, ഇവർ രണ്ടുപേരെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ മഹത്വ സിംഹാസനങ്ങൾ അഭിവസിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഒരു വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടെ അടിയങ്ങൾക്ക് സാക്ഷികളാകുവാൻ ഈ അവസരം തന്നുകൊണ്ട് സ്തോത്രം ചെയ്തു. ദൈവ സാന്നിധ്യത്തിൽ നടന്നതായ ഈ വിശുദ്ധ വിവാഹം ഈ ഭൂമിയിൽ നിൽക്കുന്ന നാളത്രയും ഒരു ചെറു സ്വർഗമായി വിളങ്ങുവാൻ നീ ഇന്ന് വിവാഹിതരായ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ ആരംഭിച്ചിരിക്കുന്ന കുടുംബ ജീവിതം കർത്താവ് ഭൂമിയിൽ രണ്ടാമത് വരും വരെയും ഒരു ചെറു സ്വർഗമായി വിളങ്ങുവാനും അവർ ആരോഗ്യ സമൃദ്ധിയായ ഒരു ജീവിതം നയിപ്പാനും സ്വർഗത്തിലെ ദൈവം അവരെ നിരന്തരം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബങ്ങളെയും കരങ്ങളിലേക്ക് തരുന്ന ഭാവെ സഹിഷ്ണുതയിലും പരസ്പര ധാരണയിലും ഒക്കെ ജീവിപ്പാൻ നീ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ാകുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം അവർ പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അശരണർക്കൊരു ആശ്വാസം, ഒരു അഭയ കേന്ദ്രം ആകുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ ഈ യുവാക്കളോടും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്ര എല്ലാം ഉണ്ടായിരിക്കണം. ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ സമയം വരെ അവിടുത്തെ സാന്നിധ്യം കൃപയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ
ഇടയാക്കിയത് കൊണ്ടും സ്തോത്രം. മഹത്വമേയും എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം പ്രവർത്തിക്കണമേ. പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയെ കടത്താതെ ദോഷത്തിൽ ഉപയോഗിക്കണം. രാജ്യങ്ങളുടെ ശക്തിയും മഹത്വവും എന്നേക്കുമല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും വിശിഷ്യ ഇന്ന് വിവാഹിതരായ എന്റെ മക്കളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുന്നതിനുള്ള സമയമാണ്. എല്ലാവരും അതിനുശേഷം മാത്രമേ പോകാവുള്ളൂ. വെയിറ്റ് ചെയ്യണം. ചിത്രയുടെ കുടുംബത്തിൽ നിന്നും അവരുടെ ബന്ധുതാദികളായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സമയം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ റനീഷിന്റെ കുടുംബത്തിലെ എല്ലാവരെയും അവരുടെ ബന്ധുതാദികളും ചർച്ചക്കാരും എല്ലാവർക്കും ഈ സമയം നന്ദി അറിയിക്കുന്നു. വിശേഷിച്ച് ഇന്ന് ഈ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ